വെൽക്കം ടു മുത്തശ്ശി മീഡിയ. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരുമായിട്ട്, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ചേട്ടനുമായിട്ട് ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ബാൽക്കണിയിൽ വെച്ച് നടത്തിയ ഒരു ബലിതർപ്പണം, വാവ് ബലിക്ക് നടത്തിയ വാവ് ബലിയിടലാണ്. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. സാധാരണ നാട്ടിൽ വെച്ച് അമ്പലത്തിൽ പോയും ട്രിവാൻഡ്രത്തെ തിരുവല്ല ക്ഷേത്രത്തിൽ പോയും ഒക്കെയാണ് ബലിയിടുന്നത്. അപ്പം പറഞ്ഞു തരാൻ ആളുണ്ട്. ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ ബാൽക്കണിയിൽ വെച്ച് ഇടുമായിരുന്നു. ഇപ്പോഴും എല്ലാ വർഷവും അങ്ങനെ ഇടും. ഇന്ന് ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇട്ടു. എൻ്റെ അമ്മയും അച്ഛനും പോയി. അപ്പം എല്ലാവരും, അപ്പൂപ്പൻ, അമ്മൂമ്മ എല്ലാവരും, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിടാമെന്ന് തീരുമാനിച്ചു. അതാണ് ഇന്നത്തെ ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് കാണാം. തളിച്ചിട്ട് ദർഭപ്പുല്ല് വയ്ക്കുക. പവിത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ പവിത്രം കഴിഞ്ഞിടാം. പിന്നെ നമ്മൾ നമ്മുടെ പിതൃക്കളെ ആവാഹിക്കണം. പുഷ്പം, അരി, എള്ള് ഇതെല്ലാം കൂടി കയ്യിലെടുക്കുക. കുറച്ച് ചന്ദന വെള്ളം എടുക്കുക, പിന്നീട് വെള്ളം എടുക്കുക. കറക ഉണ്ടെങ്കിൽ കറി കൂടി കൂട്ടിയിട്ട് പിടിക്കാം. കറക ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല. തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക, തൊഴുത് പിടിക്കുക. തൊഴുത് പിടിച്ച് പിതൃലോകത്തു നിന്നും എല്ലാ പിതൃക്കളും മരിച്ചുപോയവരും നമ്മളുടെ ഈ ബലി സ്വീകരിക്കാനായിട്ട് അവരുടെ സാന്നിധ്യം ഉണ്ടാവണം. അവരുടെ സാന്നിധ്യം നമ്മുടെ കയ്യിലുള്ള ഈ പുഷ്പത്തിലേക്ക് ഉണ്ടാവണമെന്ന് നന്നായി പ്രാർത്ഥിച്ച് അത് ഈ ബലിയുടെ ഇലയിൽ വയ്ക്കുക. ഇനി ഇവിടെ കറക നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പുഷ്പവും അരിയും വെള്ളവും ചന്ദനവും വെള്ളവും കൂട്ടിയിട്ട് തൊഴുത് നന്നായി പിതൃക്കളെ സ്മരിച്ച് അവരുടെ സാന്നിധ്യം വന്നു സങ്കല്പിച്ചിട്ട് മുന്നിൽ വയ്ക്കുക. ആ പിതൃക്കളെ സ്മരിച്ചിട്ടൊന്ന് തൊഴുക. സാധാരണ ദേവന്മാരെയൊക്കെ നമ്മുടെ ക്ഷേത്രത്തിൽ പോയി എങ്ങനെയാണോ തൊഴുക? പിതൃക്കളെ കിഴക്കോട്ട് തൊഴുന്നത് നമ്മൾ കിഴക്കോട്ട് തൊഴുക. അത് കഴിഞ്ഞാൽ 3 പ്രാവശ്യം അവർക്ക് വെള്ളം കൊടുക്കുക. സാധാരണ നമ്മൾ ഒന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വെള്ളം കൊടുക്കാറുള്ളത്. പിതൃക്കളെ സംബന്ധിച്ച് ഈ ഭാഗത്തിന് വിരലിൻ്റെ ഈ തള്ളന
പറ്റാത്തവരെ സ്ത്രീകളായി മുട്ടുമുട്ടി നമസ്കരിക്കുക. അത് രണ്ടും പറ്റാത്തവരെ നിലമൊന്ന് തൊട്ട് തലയിൽ വയ്ക്കുക. അത് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ട് തിരിച്ച് നിലവാരത്തേക്ക് പോകണമെന്ന് മനസ്സിൽ നന്നായി സങ്കല്പിച്ച് കുറച്ച് പുഷ്പവും എള്ളും അരിയും ചന്ദനവും അതൊക്കെ ഈ പിണ്ടത്തിന് മുകളിൽ കാണിച്ച് ഈ പിതൃക്കൾ സന്തോഷമായിട്ട് തിരിച്ച് മുകളിലേക്ക് പോകുന്ന പിതൃലോകത്തേക്ക് പോകണമെന്ന് സങ്കല്പിച്ച് 3 പ്രാവശ്യം മുകളിലേക്ക് ഇറങ്ങിയിട്ടത് എന്നിട്ട് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് കാണിക്കി കൊടുക്കാം. വല്ല ജലാശയം ഉണ്ടെങ്കിലും കുളം കായലെ കടല് കെട്ടിയിലെ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ചെടിച്ചട്ടിയെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. ആ ചെടിച്ചട്ടിയുടെ ചോദിച്ചു ഒഴിക്കുക. യാതൊരു ദോഷവും അതിലില്ല. എന്നിട്ട് പ്രത്യേകമായിട്ട് അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് വെള്ളക്കൊക്കെ മാറ്റി വയ്ക്കാം. ഇത് വളരെ ലളിതമായ രീതിയിലുള്ള ഒരു കർമ്മമാണ്. അപ്പം നമുക്ക് ജലാശയത്തിൻ്റെ കരയിലിരുന്ന് ചെയ്യുകയാണെങ്കിലും ചടങ്ങുകളെല്ലാം ഒരുവിധം നന്നായി പൂർത്തിയാക്കി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ തയ്യാറായി. ബലി നടത്തുന്ന എല്ലാവരും സദ്യ കൂട്ടി ഭക്ഷണം കഴിക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം സദ്യ കൂട്ടി ഉച്ചയൂണും നടത്തി. ഒരുപാട് ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലൂടെ പോയി. അമ്മയുടെയും അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ഒക്കെ എല്ലാവരുടെയും ഓർമ്മകൾ. അത് വല്ലാത്തൊരു വികാരമാണ്. പഴയ ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്വപ്ന തുല്യമാണ്. ആ നല്ല നല്ല ഓർമ്മകളൊക്കെ പങ്കുവച്ച് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ സന്തോഷമാണോ സങ്കടമാണോ എന്ന് നമുക്ക് വേർതിരിക്കാനൊക്കത്തില്ല. ആ ഒരു വികാരത്തിലൂടെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും കാണാം അടുത്ത വീഡിയോയിലൂടെ.